ഈശോയുടെ നാമത്തിന് എന്ന് മഹത്വമുണ്ടായിരിക്കട്ടെ. വിശുദ്ധ ആന്ദ്രേ ബസറ്റ്. ജീവിതകാലഘട്ടം 1845 മുതൽ 1937 വരെ. ജീവിതകാലം മുഴുവൻ വിശുദ്ധ ഔസേ പിതാവിൻ്റെ അതീവ ഭക്തനായിരുന്നു വിശുദ്ധ ആന്ദ്രേ ബസറ്റ്. ഫ്രഞ്ച് കനേഡിയൻ ദമ്പതിമാരുടെ 12 മക്കളിൽ 8ാമനായിരുന്നു. ജനിച്ചപ്പോൾ മുതൽ രോഗിയും ബലഹീനനുമായിരുന്ന ഈ വിശുദ്ധൻ മാതാപിതാക്കൾ മരിച്ചപ്പോൾ 12ാം വയസ്സിൽ ദത്തെടുക്കപ്പെട്ടു. കർഷക തൊഴിലാളിയായി പണിയെടുത്തു. യുവാവായപ്പോൾ ചെരുപ്പുകുത്തി, ബേക്കർ, കൊല്ലൻ മുതലായ തൊഴിലുകളിൽ ഏർപ്പെട്ടെങ്കിലും എല്ലാം പരാജയമായിരുന്നു. ആഭ്യന്തര സമരം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന വേളയിൽ USA-യിൽ അദ്ദേഹം ഒരു ഫാക്ടറി തൊഴിലാളിയായിരുന്നു. 25ാം വയസ്സിൽ കാനഡയിൽ മടങ്ങിയെത്തി ഹോളി ക്രോസ് ബ്രദേഴ്സ് സന്യാസ സഭയിൽ ചേർന്നു. ആരോഗ്യം മോശമായതിനാൽ 1 വർഷത്തെ നോവിഷ്യേറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അവിടെ പ്രവേശനം നിഷേധിച്ചു. ജന്മന അനാരോഗ്യവാനായതിനാൽ സ്കൂൾ വിദ്യാഭ്യാസം സാധ്യമായിരുന്നില്ല. ബിഷപ്പ് ഇഗ്നേഷ്യസ് ബോർജിയയുടെ ഇടപെടലിലൂടെ അദ്ദേഹത്തെ അവിടെ സ്വീകരിച്ചു. മോൺട്രയലിലെ നേത്രദാം കോളേജിലെ വാതിൽ കാവൽക്കാരൻ്റെ ചുമതല നൽകി. അതിനു പുറമെ സങ്കീർത്തി പാലകൻ, രോഗി ശുശ്രൂഷകൻ, അലക്കുകാരൻ, ബാർബർ, തോട്ടക്കാരൻ, സന്ദേശവാഹകൻ, ക്യാമ്പസിൽ വിളക്ക് തെളിയിക്കുന്നവൻ മുതലായ ജോലികൾ കൂടി ഏൽപ്പിച്ചു. ഒരിക്കൽ അദ്ദേഹം തമാശ രൂപേണ പറഞ്ഞു, ഞാൻ ഈ സമൂഹത്തിൽ ചേർന്നപ്പോൾ ശ്രേഷ്ഠന്മാർ എനിക്ക് വാതിൽ കാണിച്ചു തന്നു. ഞാൻ അവിടെ 40 വർഷങ്ങൾ നിന്നു. വാതിലിന് സമീപത്തുള്ള തൻ്റെ ചെറിയ അറയിൽ അധിക സമയവും അദ്ദേഹം മുട്ടിന്മേൽ നിന്നു. റോയൽ പർവ്വതത്തിന് അഭിമുഖമായുള്ള ജനൽപ്പടിയിൽ വിശുദ്ധ ഔസേ പിതാവിൻ്റെ ഒരു ചെറിയ സ്വരൂപം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഒരു ദിവസം റോയൽ പർവ്വതത്തിൽ വിശുദ്ധ ഔസേ പിതാവ് വളരെ പ്രത്യേക വിധത്തിൽ ബഹുമാനിക്കപ്പെടാൻ പോവുകയാണ്. രോഗികളെ സന്ദർശിച്ച് അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു. കോളേജ് ചാപ്പലിലെ വിളക്കിലെ എണ്ണ കൊണ്ട് രോഗിയെ പതിയെ തടവി സുഖപ്പെടുത്തുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സുഖപ്പെടുത്തുവാനുള്ള കഴിവ് പ്രസിദ്ധമായി. ധാരാളം രോഗികൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വരുവാൻ തുടങ്ങി. അധികൃതരുടെയും മറ്റും സന്ദേഹത്തിന് അദ്ദേഹം ഇങ്ങനെ മറുപടി നൽകി, ഞാനല്ല, വിശുദ്ധ ഔസേ പിതാവാണ് സുഖപ്പെടുത്തുന്നത്. ഒരു പകർച്ചവ്യാധി കോളേജിന് സമീപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ആന്ദ്രേ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. ഒരാൾ പോലും മരിച്ചില്ല. തുടർന്ന് 4 സെക്രട്ടറിമാർ ആവശ്യമായ വിധം വാർഷിക കത്തുകളുടെ എണ്ണം 80,000 ഹോളി ക്രോസ് അധികൃതർ അനേക വർഷങ്ങൾ കൊണ്ട് റോയൽ പർവ്വതത്തിൽ സ്ഥലം വാങ്ങാൻ ശ്രമിക്കുകയായിരുന്നു. ബ്രദർ ആന്ദ്രേയും മറ്റു ചിലരും കിഴക്കാൻ തൂക്കായ മല കയറി വിശുദ്ധ ഔസേ പിതാവിൻ്റെ മെഡലുകൾ അവിടെ കുഴിച്ചിട്ടു. ഉടനെ ഉടമസ്ഥൻ സ്ഥലം കൊടുക്കുവാൻ തയ്യാറായി. 200 പൗണ്ട് ശേഖരിച്ച് ബ്രദർ ആന്ദ്രേ അവിടെ ഒരു ചാപ്പൽ പണിയുകയും സന്ദർശകരെ അവിടെ സ്വീകരിക്കുകയും ചെയ്തു. വിശുദ്ധ ഔസേ പിതാവിൻ്റെ എണ്ണ പുരട്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ചിലർ സുഖപ്പെട്ടു, മറ്റു ചിലർ സുഖപ്പെട്ടില്ല. ക്രച്ചസുകളും ഊന്നുവടികളും ബ്രേസുകളും അവിടെ കുന്നുകൂടിയിരുന്നു. പള്ളിയും വിപുലമായി. 1931 പ്രകാശമാനമായ ഭിത്തികൾ പള്ളിക്കുണ്ടായി. പണമൊഴുകി. റോയൽ പർവ്വതത്തിലെ പ്രൗഢഗംഭീരമായ പ്രാർത്ഥനാലയം പണിതീരാൻ 50 വർഷം വേണ്ടി വന്നു. 1937 ജനുവരി 6-ന് 92ാം വയസ്സിൽ വിശുദ്ധൻ ഈ ലോകവാസം വെടിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടം റോയൽ പർവ്വതത്തിലെ വിശുദ്ധ ഔസേ പിതാവിൻ്റെ പള്ളിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. 1982 ജോൺ പോൾ രണ്ടാമൻ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. 2010 ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി നാമകരണം ചെയ്തു. വിശുദ്ധ ആന്ദ്രേ ബസറ്റ് ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെ മേലും കരുണ ചൊരിയുവാനായിട്ട് ദൈവപിതാവിനോട് പ്രാർത്ഥിക്കണമേ. എപ്പോഴും മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഈശോയുടെ നാമത്തിന് മാത്രം എന്നും മഹത്വമുണ്ടായിരിക്കട്ടെ.